കുക്കയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു ഹോട്ടൽ ശ്രീകൃപ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. ഇതിൻ്റെ അകത്തിലെ ഒരു ഫുഡിൻ്റെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറുകയാണ്. നല്ലൊരു ആംബിയൻസ് ഉള്ള കുക്കയിലെ ഒരു റെസ്റ്റോറൻ്റാണിത്. എന്തൊക്കെയാണ് ഇവിടെ ഐറ്റംസ് എന്നൊക്കെ നമുക്ക് നോക്കാം. നല്ല തിരക്കുണ്ട് ഇവിടെ. ഇതാണ് ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റ്. എന്തൊക്കെയാണ് ഐറ്റംസ് നോക്കാം. ചിക്കനാണ്. ഇതന്നെ ഇഡ്ഡലിയാണ്. റവ ഇഡ്ഡലിയാണ്. റവ ഇഡ്ഡലിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഇതാണ് ഇവിടുത്തെ മീൽസ്. ചപ്പാത്തി ഉണ്ട്, കുറേ കറികളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഉള്ള വീടാണ്. ഇവിടെ എല്ലാം ഈ പിന്നെ ടോയ്സ്, ഫാൻസി അങ്ങനെയൊക്കെയുള്ള ഈ കടകളും അതുപോലെ തന്നെ ഹോട്ടലുകളും ലോഡ്ജുകളും മാത്രമാണ് ഈ സൈഡ്. കംപ്ലീറ്റ് ഹോട്ടലിൻ്റെ ഒരു നിര തന്നെ ഉണ്ട്. നല്ല ഫുഡൊക്കെയാണ് ഇവിടെ. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഫുഡുകളൊക്കെ സെർവ് ചെയ്യുന്നത്. നമുക്ക് ഈ കടകളൊക്കെ ഒന്ന് കാണാം. ഇവിടെ കുറേ കടകളുണ്ട്, അതൊന്ന് നോക്കാം. കുറേ ഹലുവ അങ്ങനെയൊക്കെയുള്ള സ്പ്രേ അങ്ങനെയുള്ള ഉടുപ്പിക്കുന്നതിൻ്റെ തൊട്ടിൽ നിയോ മൈസൂർ കഫേ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ആൻഡ് ഐസ്ക്രീം പാർലർ. ഇതും വലിയ കുറേ സംഭവങ്ങളുണ്ട്. ഏതാണ്ടൊക്കെ അവിടെ ആൾക്കാരൊക്കെ നല്ല തിരക്കുണ്ട്. വലിയ ഏരിയ ഒന്നുമില്ല. ഇത്രയും ഈ കാണുന്ന അമ്പലത്തിൻ്റെ കാണുന്നതാണ്. അങ്ങ് അകലെ കാണുന്നതാണ് അമ്പലം. ഇവിടെ ഈ ഇത്രയും ഏരിയയിലുള്ള ബിസിനസ്സുകളാണ് ലോഡ്ജുകൾ. ഇതിൻ്റെ ബാക്കിലും കുറേ റെസ്റ്റോറൻറ്റുകളും ലോഡ്ജുകളും ഉണ്ട്. അത്രയേ ഉള്ളൂ ഇവിടെ സംഭവങ്ങളായിട്ട് പറയാം. കാണാം എയർപ്ലെയിൻ വിടുന്നുണ്ടോണോ? ആ 20 രൂപ അല്ലേ? 20 രൂപയ്ക്ക് എയർപ്ലെയിൻ. 20 രൂപ ഉള്ളു. 20 രൂപയല്ലേ? നല്ല ഒരു തട്ടുകടയാണ്. ഇവിടെ എല്ലാ പരിപാടികളും ഉണ്ട്. റൈസും ബജികളും റൈസ് ബജി. ഞാൻ വേറെ അങ്ങ് കണ്ടിട്ടില്ല. റൈസിൻ്റെ കൂടെ 2 ബജി മുളക്. ആ റൈസിൻ്റെ മസാല എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ ദോശയും മറ്റ് പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇപ്പുറത്തും ഉണ്ടോ അതേമാതിരി തന്നെ കച്ചവടം തകർന്ന് നടക്കുന്നു. ബജിയും മറ്റ് പരിപാടികളൊക്കെയാണ്. നല്ല കച്ചവടമൊക്കെ നടക്കുന്നു. പുറത്തെന്താണ് ഇവിടെ ടീ കോഫി സെൻ്ററൊക്കെയാണ് ഇവിടെ.
അമ്പലത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ ആൾക്കാരെല്ലാം ഇങ്ങനെ റൂമുകളിലേക്ക് പോകുന്നു, ഫുഡ് കഴിക്കുന്നു. അതുപോലുള്ള തിരക്കുകളൊക്കെ ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല ഒരു വൈബാണ് ഇവിടെ ഈ ഒരു അമ്പലവും ഈ പരിസരവും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും ഇവിടെ വരികയാണെങ്കിൽ കേരളത്തിൽ നിന്ന് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, മംഗലാപുരം ഇറങ്ങി ട്രെയിനിന് വരുന്നതായിരിക്കും സൗകര്യം. പിന്നെ ബസ്സിന് വരികയാണെങ്കിൽ ഉടുപ്പിയിൽ നിന്ന് നേരിട്ട് KSRTC നേരിട്ട് ബസ് സർവീസ് നടത്തുന്നുണ്ട് ഇവിടത്തേക്ക്. ധർമ്മസ്ഥലത്ത് നിന്ന് വരാം, പക്ഷേ ഭയങ്കര ബസ്സിൽ തിരക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് വേണം ഇവിടെ വരാൻ. കുറേ നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്. വിത്തൗട്ട് ആഡഡ് ഓണിയൻ ആൻഡ് ഗാർലിക്. അതായത് ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനക്കാരൊക്കെ ഈ ഒനിയനൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ഫുഡ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ഹോട്ടൽ വിഷ്ണു വൈഭവൻ. പിന്നെ ഏതാണ്ട് ഈ ശാസ്തി ലോഡ്ജിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിലാണ് മുകളിലോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു മ്യൂസിക് വരും, നല്ല രസമാണ്. നല്ലൊരു മ്യൂസിക് കേട്ട് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ റൂം 109 ആണ്. നല്ല റൂമാണ്, AC റൂമൊക്കെയാണ്. ഇവിടെ ചാർജൊക്കെ വളരെ കുറവാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. AC ഉൾപ്പെടെ 1600 രൂപയേ ഉള്ളൂ. കേരളത്തിൽ പോലും ഇങ്ങനെ ഒരു റൂം കിട്ടത്തില്ല. പക്ഷെ സ്പേസ് കുറവാണ്, 18 സൈസൊക്കെ ഉള്ളൂ. നമ്മുടെ റൂം എങ്ങനെയുണ്ട് ശ്രീമോളെ? അടിപൊളിയായിട്ടുണ്ട്. നല്ല റൂം അല്ലേ? നല്ല റൂമായിട്ടുണ്ട്.